കൊടകര പുത്താവിലാണ്. ഇപ്പോൾ എൻ്റെ അച്ഛന് ഒരു കൊല്ലമായിട്ട് വയ്യ, ക്യാൻസറാണ്. ഇപ്പോൾ അടുത്ത് 2 ശസ്ത്രക്രിയ വേണമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ല. അമ്മ ഇവിടുത്തെ അംഗനവാടി ടീച്ചറാണ്. അപ്പോൾ അമ്മയാണ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളും അച്ഛൻ്റെ കാര്യം നോക്കുന്നത്. ഞാനിപ്പോൾ 10-ലായിട്ടുള്ളൂ, എൻ്റെ അനിയൻ 4-ലും. ഇപ്പോൾ ഞാൻ ജോലിക്ക് പോയി നോക്കിയാനേ, പക്ഷേ ഞാൻ 10-ലല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ പഠിപ്പിനി അമ്മേനെ നോക്കണം, അച്ഛൻ്റെ കാര്യം നോക്കണം. അനിയൻ 4-ല്. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടൊന്നും ഇല്ല. ഇപ്പോൾ വാടക വീട്ടിലാണ്. ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹായിക്കണം. എല്ലാവരും ഈ സുനീഷേനോ സഹായിക്കണേ. ക്യാൻസർ ബാധിച്ചപ്പോൾ ചികിത്സയിലാണ്. ട്യൂബിക്കോടാണ് ഭക്ഷണം കൊടുക്കുന്നത്. സഹായിക്കണേ പ്ലീസ്. എൻ്റെ ഭർത്താവാണ്. ഒരു വർഷക്കാലം മുന്നേ എൻ്റെ ഭർത്താവിന് ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് നടത്തി. അതിൻ്റെ റിസൾട്ടെല്ലാം വന്നപ്പോഴാണ് ആൾക്ക് ആമാശയത്തിൽ ക്യാൻസറാണ് എന്നറിയുന്നത്. അതിനുശേഷം ഇപ്പോൾ 2 ഓപ്പറേഷനാണ് ആൾക്ക് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ശ്വാസകോശത്തിലും പിന്നെ ആമാശയത്തിലും 2 ഓപ്പറേഷൻ ചെയ്താലാണ് അദ്ദേഹത്തെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് 2 മക്കളാണ്. എൻ്റെ മൂത്ത മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ മോൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വേറെ ആരുമില്ല. ഇപ്പോൾ ഞാൻ ചെറിയൊരു അംഗനവാടിയിൽ ചെറിയൊരു ജോലിക്ക് പോയിട്ടാണ് ഞാൻ എൻ്റെ മക്കളെയും ആളുടെ ഇതും ചിലവും ആശുപത്രി ചിലവും എല്ലാം ഞാൻ നോക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് മാറി കൊടുക്കേണ്ട ഒരു അവസ്ഥയിലുമാണ്. ഞങ്ങൾക്ക് പോകാൻ വേറൊരു സ്ഥലവും ഇല്ല. പിന്നെ എൻ്റെ സഹപ്രവർത്തകരും നാട്ടുകാരും സഹായിച്ചിട്ടാണ് ഇതുവരെ മുന്നോട്ട് പോയത്. നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം. എല്ലാവരുടെയും സഹായം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാരോടും നമസ്കാരമുണ്ട്. ജോഷി പൗലോസ് സംഗമലയാണ്. ഞാനിപ്പോൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് സുനീഷ് എന്ന് പറഞ്ഞ ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ്. ഈ ചേട്ടന് ക്യാൻസർ ബാധിച്ച് ഇപ്പോൾ 1 വർഷമായിട്ട് ചികിത്സയിലാണ്. ആമാശയത്തിലാണ് ഈ ചേട്ടന് ക്യാൻസർ വന്നിരിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായിട്ടൊരു വീട് വരെ ഈ കുടുംബത്തിനില്ല. ഈ ചേച്ചി ഇവിടുത്തെ ഒരു ബാലവാടി ജോലിക്ക് പോയിട്ടാണ് ഇപ്പോൾ ഈ കുടുംബം മുമ്പോട്ട് പോകുന്നത്. 2 മക്കളാണ് ആ ചേച്ചി അവരുടെ. സുനിഷേൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അതുപോലെ ഇവർക്കൊരു വീട്, സ്വന്തമായിട്ടൊരു വീട് വരെ ഇല്ല. നമ്മളെല്ലാവരും മനസ്സ് വെച്ചാൽ മാത്രമേ ഇനി ഈ കുടുംബത്തിന് രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഈ ചേട്ടൻ്റെ സർജറിക്ക് വേണ്ടിയിട്ടും ഇവർക്കൊരു വീട് വെക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെല്ലാവരും കയ്യിലുള്ളത് ചെറുതായാലും വലുതായാലും ഇവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്ത് സഹായിക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ചേട്ടൻ്റെ പേരിൽ ഒരു ചികിത്സ അക്കൗണ്ട് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ വാർഡ് മെമ്പറൊക്കെ കൂടിയിട്ട്. നിങ്ങളെല്ലാവരും സഹായിക്കണം. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് അത്രയ്ക്ക് അർഹതപ്പെട്ടൊരു കുടുംബമാണ്. ഇവിടെ വന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ചങ്ക് പൊട്ടിപ്പം ഇവരുടെ വിഷമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. അത്രയ്ക്ക് അർഹതപ്പെട്ടതാണ്. നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് താഴ്മയോട് വീണ്ടും വീണ്ടും അപേക്ഷിക്കണം. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സഹായം പ്രതീക്ഷിച്ചിട്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ഞാൻ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR പ്രസാദനാണ്. എൻ്റെ വാർഡിൽ താമസിക്കുന്ന കളത്തിപ്പറമ്പിൽ സുനീഷ് ബാബു എന്ന ചെറുപ്പക്കാരൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് ഞാൻ ഈ അഭ്യർത്ഥന നടത്തുന്നത്. എൻ്റെ വാർഡിൽ താമസിക്കുന്ന ഇദ്ദേഹം കഴിഞ്ഞ 1 വർഷക്കാലമായി ക്യാൻസർ രോഗത്തെ തുടർന്ന് ചികിത്സയിലാണ്. സ്വന്തമായി വീടില്ലാത്ത വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയും 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുമാണുള്ളത്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ധാരാളം പണം ആവശ്യമാണ്. അതുകൊണ്ട് ഈ കുടുംബത്തിനെ ദയവായി സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.